അമ്മ കുറച്ചു മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി. അതാ ഫോൺ എടുക്കാത്തെ. കുഴപ്പമൊന്നുമില്ലല്ലോ, അത് മതി. എന്ത് കുഴപ്പം? ഞാനും കൽപ്പനയൊക്കെ ഇവിടെ ഇല്ലേ? എന്നാ ശരി. നാളെ ഏകദേശം ഒരു 100ഓളം പൊതി വേണ്ടി വരും അമ്മേ. ദേവേട്ടാ, 4-5 പാത്രങ്ങൾ വാങ്ങേണ്ടി വരും. ഇപ്പോ അപ്പുറത്തെ സുമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പാത്രങ്ങളാണ് ഇരിക്കുന്നത്. അവർക്ക് അതിപ്പോ തിരിച്ചു കൊടുക്കേണ്ടതാ. അതിനെന്താ അമ്മേ, നമുക്ക് ബിസിനസ് വരികയാണെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചൂടെ? താമസിക്കാതെ എല്ലാം വരും. പറ്റുകയാണെങ്കിൽ ഒരു വലിയ സ്റ്റൗവും ഈ കടകളിലൊക്കെ കാണുന്ന പോലെ. കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് വരിക അല്ലേ മോളെ? അച്ഛൻ എന്ത് തോന്നുന്നു? ആത്മാർത്ഥതയോടുകൂടി അധ്വാനിച്ചാൽ നേടാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല മോളെ. ഏറ്റവും ചെറുതിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അത് ഉയരങ്ങളിലേക്ക് തന്നെയാവും. അച്ഛൻ ഉറപ്പാ. ഉർവശി, കൽപ്പനെ, ഒന്നിങ്ങ് വന്നേ. അയ്യോ, എന്തിനാ ഇങ്ങനെ ഇടന്ന് തൊള്ള തുറക്കുന്നേ? കട്ടിലിൽ നിന്ന് ഇറങ്ങിയപ്പോ വീണുപോയി. നല്ല വേദന. നീ ഒന്ന് പിടിച്ചേ. ഒന്നിങ്ങ് വാ. എന്താ അസുഖം? നല്ല പനിയുണ്ട്. ശോ, ഇത് വെറും പനിയല്ല. ദേഹത്തൊക്കെ എന്തോ പൊന്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വെറും പനിയല്ല, ശരീരവേദന മൊത്തത്തിലുണ്ടല്ലേ? ഉണ്ട്. എന്തോ പകർച്ചവ്യാധിയാണെന്നാ തോന്നുന്നേ. ഈ നിലയ്ക്ക് അമ്മ ഇവിടുന്ന് മാറ്റേണ്ടി വരും. ഹോസ്പിറ്റലിലേക്കാണോ? പിന്നെ ഇതിനൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വല്ല ഭ്രാന്തുണ്ടോ? ഇവിടുന്ന് മാറ്റിയിട്ടേ അമ്മ ഔട്ട് ഹൗസിലാക്കാം. അതാ നല്ലത്. അമ്മ അവിടെ കിടക്കട്ടെ. എന്താ ഉർവശി നീ പറയുന്നേ? ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയി കിടക്കാനോ? പിന്നെ ചന്ദ്രനും ചന്ദ്രന്റെ കൂട്ടുകാരൊക്കെ വരുന്നതല്ലേ? അതിനിടയില് ഒരാള് പകർച്ചവ്യാധി വന്ന് കിടന്നാ അത് ശരിയാവില്ല. പകർച്ചവ്യാധിയൊന്നുമല്ല, സാധാരണ പനിയ. കുറച്ച് കൂടുതലായെന്ന് മാത്രം. ഞാൻ പറയുന്നതേ അങ്ങ് അനുസരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. അമ്മ ഔട്ട് ഹൗസിലേക്ക് മാറിയേ പറ്റൂ. ചെറിയമ്മേം, അച്ഛൻ അറിഞ്ഞ പ്രശ്നം ഉണ്ടാക്കും. ആര് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഈ വീടിനകത്ത് ഞാൻ പറയുന്ന തീരുമാനങ്ങൾക്ക് എതിര് പറയാനുള്ള ശേഷി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്റെ മുമ്പിൽ വരട്ടെ. അപ്പ പറഞ്ഞു കൊടുക്കാൻ ഞാൻ. നമുക്കേ അമ്മ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ കിടത്താം. ഉർവശി, ഞാനിവിടെ ഇരുന്നോളാം. ഒന്നിനും നിന്നെ വിളിക്കില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. ഈ കിടപ്പും കരച്ചിലും തന്നെ എനിക്ക് ബുദ്ധിമുട്ടാ. അതുകൊണ്ടാ പറഞ്ഞത് ഇവിടുന്ന് പോവാൻ. പറഞ്ഞാലും മനസ്സിലാവില്ല. കണിമംഗലം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ചന്ദ്രേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ കുടുംബം നീ നോക്കി നടത്തണമെന്നാ. ഞാൻ എന്ത് ചെയ്താലും അതെന്റെ തീരുമാനമല്ല, ചന്ദ്രേട്ടന്റെ തീരുമാനമാ. കണിമംഗലത്തെ ഉടമസ്ഥന്റെ ആഗ്രഹം അനുസരിച്ചല്ലേ പറ്റൂ ആരായാലും. കുറച്ച് പായസച്ചോറ. ഇപ്പിത് മതിയല്ലേ? പിന്നെ നിവേദ്യല്ലേ, വേറെന്ത് നോക്കാനാ? പത്മിനി, തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, മനസ്സിന് നല്ല ആശ്വാസമുണ്ട്. സത്യമാണ്, കുറച്ചേറെ നടന്നില്ലേ? എത്ര കാലത്തിന് ശേഷാ. പക്ഷെ അതിന്റെ ഒരു ക്ഷീണം തോന്നുന്നില്ല. തടവറയിൽ നിന്നും രക്ഷപ്പെട്ടതല്ലേ, അതാ തോന്നാത്തത്. കഴിച്ചോളൂ. എന്തുപറ്റി? അമ്മ ഭക്ഷണം കഴിച്ചോന്ന് അറിയില്ല. ഒന്ന് വിളിച്ചു നോക്കിയിട്ട് നമുക്ക് കഴിക്കാം.
താനൊന്ന് വിളിക്ക. എടുക്കുന്നില്ലല്ലോ. എന്തു പറ്റിയാവോ? താൻ ആ കൽപ്പന ഒന്ന് വിളിച്ചു നോക്ക്. ഹലോ മോളെ കൽപ്പനെ, മുത്തശ്ശിയുടെ പനി കുറഞ്ഞോ? മുത്തശ്ശി ഭക്ഷണം കഴിച്ചോ? അത് അമ്മ ആ ഏട്ടത്തി, ആ ഉർവശി, ഏട്ടത്തി നല്ല ആളാ. പോയിട്ട് ഒരു തവണ എന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ കൽപ്പനയോട് പറയായിരുന്നു ഏട്ടത്തിയെ കോള് വന്നാ എനിക്ക് തരണോന്ന്. നിങ്ങൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നോ? 3-4 ക്ഷേത്രങ്ങളിലൊക്കെ പോയി, ഇനിയുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഏട്ടത്തി, ഏട്ടനോട് അന്വേഷണം പറയണേ. ഉർവശി, അമ്മയുടെ പനി കുറഞ്ഞോ? അമ്മ ഭക്ഷണം കഴിച്ചോ? അമ്മയുടെ പനിയൊക്കെ പെട്ടെന്ന് തന്നെ മാറി. അമ്മ കുറച്ചു മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി. അതാ ഫോൺ എടുക്കാത്തെ. കുഴപ്പമൊന്നുമില്ലല്ലോ, അത് മതി. എന്ത് കുഴപ്പം? ഞാനും കൽപ്പനയൊക്കെ ഇവിടെ ഇല്ലേ? എന്നാ ശരി. ആവശ്യമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയാൻ തോന്നിയാലേ ചിലപ്പോ മുത്തശ്ശി കിടന്ന കിടപ്പ് നീയും കിടക്കേണ്ടി വരും. മനസ്സിലായോ? അല്ല പിന്നെ. എന്താണാവോ, ഉർവശി കുറച്ച് സ്നേഹമായിട്ടാ സംസാരിച്ചേ. ആഹാ, നമ്മുടെ യാത്രയുടെ കാര്യമൊക്കെ ചോദിച്ചു. ഭാഗ്യം. അമ്മയുടെ കാര്യം എന്തു പറഞ്ഞു? ആ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം കഴിച്ച് നല്ല ഉറക്കമാന്ന്. ഹോ, സമാധാനമായി. ഇനി നമുക്ക് കഴിക്കാം.